റോഡരികിൽ നിന്നവരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കണ്ണനല്ലൂർ പോലീസ്. ഞായർ രാത്രി 9 മണി കഴിഞ്ഞാണ് നെടുമ്പന വേപ്പുമുക്കിൻ കടയിൽ സാധനം വാങ്ങിക്കാൻ എത്തിയ നെടുമ്പന സപ്ന മൻസിലിൽ അബ്ദുൽ സലാം, നെടുമ്പന വേപ്പിൻമുക്ക് ഷഹന മൻസിലിൽ ഷമീർ, പാലമുക്ക് അമ്പനാട് വിള വീട്ടിൽ അൻസാർ എന്നിവരെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് ഇതിന്റെ പിന്നിലെന്ന് അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൽ സലാം പറയുന്നു. പരിക്കേറ്റവർ 3 പേരും മരപ്പണിക്കാരാണ്. തൃക്കോവിൽ വട്ടം അമ്പനാട് വിള അമൽ ഭവനിൽ അമൽ, തൃക്കോവിൽ വട്ടം വാഴവിള വീട്ടിൽ ഷമീർ. കണ്ടാലറിയാവുന്ന ഒരാൾ. ഇവർക്കെതിരെയാണ് വധശ്രമത്തിന് കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർ 3 പേരും സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടക്കാരാണ്. പരിക്കേറ്റവർ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരാളുടെ കൈയൊടിഞ്ഞതിനാൽ കയ്യിൽ പ്ലേറ്റ് പിടിപ്പിക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിന് 1.5 ലക്ഷം രൂപയോളം ചിലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങി വീട്ടിലെത്തുകയാണ് ഉണ്ടായത്. ന്യൂസ് കേരളം 24-ന് വേണ്ടി ചാരു, ന്യൂസ് ഡെസ്ക്, കൊല്ലം. ഞാൻ പണ്ട് നേരത്തെ ഇറച്ചി കച്ചവടം ഉണ്ടായിരുന്നു. അന്നേരം വണ്ടി കൊണ്ടിട്ടപ്പം പറഞ്ഞ് വണ്ടി മാറ്റടേ നേരത്തെ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു വൈരാഗ്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് അങ്ങനെ മനസ്സിലിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഞാനൊരു കൂട്ടുകാരനെ ഒരു കൂട്ടുകാരന് ഓർഡറെടുത്ത് കൊടുത്തു. ആ ഓർഡറിൽ ഞാനാണ് എടുത്തു കൊടുത്തതുകൊണ്ട് ഇന്നാൾ വഴക്ക് നടന്നു. ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നു. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് വെപ്പുമുക്ക് നിൽക്കുമ്പോൾ അവൻ മനഃപൂർവ്വമായിട്ട് കാർ വലസൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഞാനാണെന്ന് അറിഞ്ഞ് ശേഷം എന്നെ കൊണ്ടുവന്ന് കാർ ഇടിച്ചതാണ്. അത് ഈ പറഞ്ഞ 2 പേരും അതിലുള്ളതല്ല. പിന്നെ അവനെന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം, വണ്ടി വെളുപ്പും, ഗുണ്ടായ സമാനം അവൻ്റെ കയ്യിരിക്കുന്ന മൊത്തം. ആ കുറേ ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ അടിക്കും വെട്ടും വണ്ടി ഇടിച്ച് കൊല്ലും നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നെക്കൊണ്ട് 2-3 പേരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. നീ മാറിക്കോ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ഈ അമലി. ഇത്ര മാത്രമേ എനിക്കറിയാവൂ. അല്ലാതെ അവനോട് കേസ് കൊടുത്തിട്ടുണ്ട്. കണ്ണാലൂർ കുളപ്പള്ളി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പ്രതികളെ പിടിച്ചിട്ടുണ്ട്. 2 പ്രതികളെ പിടിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. കേസ് കൊടുത്തത് നേരത്തെ ഇറച്ചി കച്ചവടം കാരണം ഇവർ ഇറച്ചി കച്ചവടം ചെയ്യുവാൻ താമസിക്കത്തില്ല. ഭയങ്കരമായ ശല്യമായിരുന്നു. ഇറച്ചിക്കടയുടെ മുമ്പിൽ വന്ന് പല്ല് തേക്കുക, പിന്നെ വണ്ടി കൊണ്ടുവന്നതിന് മുമ്പിൽ പാർക്ക് ചെയ്യുക, പിന്നെ വരുന്നവരടുത്ത് വർത്താനം സംസാരിക്കുന്ന റോങ്ങാനെ കൊണ്ട് ഞാൻ ആ കച്ചവടം പൊട്ടിപ്പോയതിൻ്റെ അങ്ങനെ ഞാൻ അത് നിർത്തി. ഇപ്പം തടിക്കച്ചവടത്തിന് പോകുക. തടി മുറിക്കാൻ പോയി കൂലി ഒരുക്കി. എനിക്ക് 3 പെമ്പിള്ളേരാണ്. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്.